السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. الحمد لله الذي أنزل آيات بينات وكتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات تدبر القرآن. وما زلنا نتدبر آيات من سورة الأنعام، ووقفنا أين وقفنا؟ 94. اليوم إن شاء الله 94 آخر قوله تعالى: لقد تقطع بينكم وضل عنكم ما كنتم تزعمون. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്ത് തഖത്തുആക്കിയത്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിന്റെ മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ്. തൗഹീദുർ റുബൂബിയ്യ എന്ന് പറയാം. തൗഹീദുർ റുബൂബിയ്യയിലേക്ക് പോവുകയാണ്. ഇന്നല്ലാഹ ഖാലിഖുൽ ഹബ്ബി വൻ നവ യഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്. നവ എന്താണ്? നവ പഴങ്ങളുടെ ഒക്കെ ഉള്ളിലുള്ള കുരു. അതെ, കുരുവും ധാന്യവും ഒക്കെ മുളപ്പിക്കുന്നവൻ അവനാണ്. ഫലക്ക് പിളർത്തുന്നവൻ. അതിനാണ് സൂറത്തുൽ ഫലക്ക് വന്നത്. അത് ശ്രദ്ധിച്ചായിരുന്നു നിങ്ങൾ വായിച്ചപ്പോഴേ? അപ്പൊ പിളർത്തുന്നവൻ അവനാണ്. ഹബ്ബിനെയും നവയും ഇതെല്ലാം ഉണങ്ങി കരിഞ്ഞു കിടക്കും. യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വ മുഖ്രിജുൽ മയ്യിത്തി മിനൽ ഹയ്യ്. അതിനെന്തൊക്കെ മനസ്സിലായി? ഇല്ലായ്മയിൽ നിന്നും ഉണ്ടാക്കിയവൻ അവനാണ്. യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്. അപ്പം മനുഷ്യൻ തന്നെ ഒന്നുമല്ലായിരുന്നല്ലോ. ഒന്നുമല്ലാതിരുന്നതിൽ നിന്നും അവൻ എന്ത് ചെയ്തു? ഇവനുള്ളതിനെ നിർമ്മിച്ചു. മുഖ്രിജുൽ മയ്യിത്തി മിനൽ ഹയ്യ്. പിന്നെയാണ് ഹയ്യായതിനെ മയ്യിത്താകുന്നത്. അപ്പൊ ഒന്നുമില്ലായിരുന്നു ആദ്യം. അതിൽ നിന്നാണ് ജീവനുള്ളതിനെ ഉണ്ടാക്കിയത്. പിന്നീട് ജീവനുള്ളതിനെ നിർജീവമാക്കുന്നത്. അവിടെയാണ് ആദ്യം പറഞ്ഞത് യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്. യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വ മുഖ്രിജുൽ മയ്യിത്തി മിനൽ ഹയ്യ്. എന്നിട്ട് പറയുന്നത് അതാണോ അല്ലാഹ്, ദാലികും അല്ലാഹ്. ദാലികും അല്ലാഹു. അപ്പൊ എന്തായി? ദാലിക്കയ്ക്ക് പകരം ദാലിക്കും എന്നാണ് പറഞ്ഞത്. ദാലിക്കയ്ക്ക് പകരം ദാലിക്കും എന്ന് പറയും. അപ്പൊ ദാലിക്കും എവിടെയൊക്കെ ഉപയോഗിക്കാം? കൂടുതൽ ആളുകളോട് പറയുന്ന കൂടുതൽ ആളെന്ന് പറയുമ്പം അക്ഷരമിൻ നിസ്നൈൻ. അല്ല, പിന്നെ ബഹുമാന പുരസ്സരം പറയുന്നത്. ബഹുമാന പുരസ്സരം പറയുമ്പോഴും സാമാന്യമായിട്ട് കൂടുതൽ ആളുകളോട്, സമൂഹത്തിനോട് പറയുമ്പോൾ രണ്ടിലധികം ആള്.
അക്സറ മിൻ ഇസ്നൈൻ. ഉം. ആ أن تؤفكون معروف ماضي معروف ماضي معروف أول وزن. എന്താണ് അഫക്ക യഅഫക്കു. അഫക്ക യഅഫക്കു. അഫക്കയാ? അഫക്ക ഔഫക യഅഫക്കു. ഔഫക അഫക്കല്ലേ? أوفق أو في ഔഫക യൂഫിക്കു. ആ ഇവിടെ യൂഫക്കുന്റെ എന്താണ് അത് മജൂല് അല്ലേ? മജ്ഹൂലായിട്ട്. അഫക്കു പോലെ. അഫക്ക യഅഫക്കു. എങ്ങനെയാണ് ഔഫക്ക അല്ലേ? എന്താ എഴുതി തന്നിരിക്കുന്നത്? മജൂലല്ലല്ലോ സർ. ഔഫക യുഫകു തുഫകൂന തുഫകു തുഫകൂന. ഔഫക യൂഫിക്കു അല്ലേ? ഔഫക യൂഫിക്കു യുഫിക്കു യുഫിക്കുവാണ്. അപ്പൊ തുഫകൂൻ മജൂല. തുഫക്കു അല്ലെങ്കിൽ അങ്ങനെ അഫീക്ക ആ അഫിക്ക് അഫീക്ക യഅഫകു. അഫിക്കാണ്. ആ എന്താണ് എഴുതി തന്നിരിക്കുന്നത്? ഇവിടെ എഴുതിയിട്ടില്ല. അതല്ല തന്നിട്ടില്ലായിരുന്നു. ഇത് അതല്ലേ? തന്നിട്ടില്ല. അപ്പൊ അത് പഴയ വാക്കാണ്, ബക്കറയിൽ തന്നെ ഉള്ളതാണ്. ഉം. അത് മജീദ് അല്ല, മുജറദാണ്. أفق അഫീക്ക യഅഫകു. أفق അഫീക്ക യഅഫകു. തെറ്റിച്ചൂലെ? ഇവിടെ മജ്ഹൂലല്ലേ ഉസ്താദെ തൗഫഖു എന്നുള്ളത്? അതെ, മജ്ഹൂലാണ്. അഫീക്ക യഅഫകു. യഅഫകു എന്ന് എന്തായി? പിന്നെ യുഫകു ആയി. യുഫകുനെ തുഫകൂൻ മുഖാത്തബാണ്. ജമ്മ മുഖാത്തബ്. മുഖാത്തബൊക്കെ പഠിച്ചായിരുന്നു നമ്മള്. ആ മുഖാത്തബ പഠിച്ചോ? മുത്തകല്ലി പഠിച്ചോ? ആ ഗായിബ് പഠിച്ചോ? അതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഗായിബ് വലത്തോട്ട് പറയുന്നതെല്ലാം ഗായിബ്, മുന്നിൽ പറയുന്നതെല്ലാം മുഖാത്തബ്. നെഞ്ചിനോട് ചേർത്ത് പറഞ്ഞാൽ മുത്തക്കല്ലിമ്, ഇടത്തോട്ട് പറഞ്ഞാൽ ഇടത്തോട്ട് പറഞ്ഞാൽ ഗായിബത്ത്. ഗായിബത്ത് ഔ ഗായിബാത്ത്. ഇവിടെ ഗായിബ് അല്ലെ ഗായിബൂൻ. ഇവിടെ മുഖാത്തബ്, മുഖാത്തബൂൻ, മുഖാത്തബത്ത്, മുഖാത്തബാത്ത് എല്ലാം വരും. ഇവിടെ ഗായിബ്, ഗായിബത്ത് അല്ല, ഗായിബത്ത്, ഗായിബാത്ത് എല്ലാം അങ്ങോട്ട്, മുഅന്നസ് എല്ലാം അങ്ങോട്ട്. ഓക്കെ. അപ്പൊ അഫക്ക അഫിക്ക യഅഫകു. അത് മജ്ഹൂല്. മറ്റേ അപ്പൊ അതിന്റെ മജ്ഹൂലായപ്പോ എന്തായി? ഉഫിക്ക യുഫകു. ഓക്കെ യുഫകൂൻ. കദബ എന്നും അർത്ഥമുണ്ട്, അതേപോലെ കൽബ് എന്നും അർത്ഥമുണ്ട്. കളവ് പറഞ്ഞു ആർത്തിലാണ് കള്ളം കെട്ടിച്ചമച്ചു എന്ന അർത്ഥം വരുന്നത്. അതേപോലെ ഇവിടെ എന്താണ്? അന്ന തുഫകൂൻ. എങ്ങോട്ടാണ്? ഇവിടെ കൽബു മിനൽ ഹഖ് ഇലൽ ബാത്തിൽ. നേരിൽ നിന്നും തെറ്റിലേക്ക് തിരിച്ചുവിടുക. ആർത്തിലാണ് ഇവിടെ തിരിച്ചുവിടുക, വിടപ്പെടുക. അന്ന തുഫകൂൻ, എങ്ങോട്ടാണ് നിങ്ങൾ തിരിച്ചുവിടപ്പെടുന്നത്? തുഫകൂൻ. ഇവിടെ ഇതിന്റെ ബഹുവചനം പറഞ്ഞായിരുന്നു. ഹബ്ബ് നവായുടെ ഏകവചനം എന്താണ്?
നവാത്തുൻ. നവാത്തുൻ. നവാത്തുൻ ബഹുജനമാണ് നവൻ. നവൻ. നവൻ നവൻ അൽ വന്നാൽ എന്താവും? അൽനവ. അന്നവ. അൽനവ അല്ല അന്നവ. അന്നവ. തൻവീനങ്ങ് പോകും. ഉം. ഫാലഖുൽ ഇസ്ബാഹ്. ഇസ്ബാഹിന്റെ മാളി എന്താണ്? സബഹ. ഇസ്ബാഹിന്റെ മാളി സബഹയാണ്. സബഹയല്ലേ? ആദ്യം ഇസ്ബാഹ് ഏത് വസിനാണെന്ന് നോക്കുക. ഇസ്ബാഹ് ഏത് പാറ്റേൺ ആണ്? ഇൻസാൽ. 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 ഇൻസാലിന്റെ മാളി എന്താ? അൻസല. അൻസല. അപ്പൊ ഇസ്ബാഹിന്റെ മാളി എന്തായിരിക്കും? അസ്ബഹ. അസ്ബഹ. അസ്ബഹ എന്ന് പറഞ്ഞാൽ എന്താ? പ്രഭാതമായി. പോവുക, പ്രഭാതത്തിൽ ആയിത്തീരുക. ആയിത്തീരുക, അല്ലെങ്കിൽ പ്രഭാതമായി തീരുക, അല്ലെങ്കിൽ പ്രഭാതത്തിലായി തീരുക. രണ്ടർത്ഥം ഉണ്ടാവും. അസ്ബഹ എന്ന് പറഞ്ഞാൽ പ്രഭാതമായി എന്നുമാകാം. അതേപോലെ അന അസ്ബഹത്തു എന്ന് പറഞ്ഞാൽ ഞാൻ പ്രഭാതത്തിലായി തീർന്നു എന്നുമാകാം. അപ്പൊ ഇവിടെ അങ്ങനെയാണ് ഫാലഖുൽ ഇസ്ബാഹ്. എന്താ അർത്ഥം? പ്രഭാതത്തിനെ ഇസ്ബാഹ് എന്ന് പറഞ്ഞാൽ അവിടെ പ്രഭാതം എന്ന് മാത്രമേ അർത്ഥം വരും. പ്രഭാതമാകലിനെ പൊട്ടിപ്പിളർത്തിക്കുന്നവൻ അവനാണ്. ഫാലഖുൽ ഹബ്ബ് മാത്രമല്ല, ഫാലഖുൽ ഇസ്ബാഹ് അവനാണ്. ജഅല ലൈല സകനൻ വശംസ വൽ ഖമറ ഹുസ്ബാനൻ. ഹുസ്ബാൻ എന്താണ്? കണക്ക്. വിചാരണ കണക്കാക്കി. കണക്കാക്കി അളവ്. സമയത്തിന്റെ അളവ്. വിചാരണ പറഞ്ഞാരാ? എന്ത്? ഞാൻ വിചാരണ പറഞ്ഞ ഇപ്പൊ ഷംസിനെയും ഖമറിനെയൊക്കെ വിചാരണ ചെയ്യാൻ പോവാണ്. അത് ഹിസാബല്ലേ? അത് തെറ്റി പറഞ്ഞു. അളന്ന് കണക്കാക്കുക. ഇവിടെ കണക്കാണ്. എണ്ണി ഹുസ്ബാൻ. അപ്പൊ ഹുസ്ബാൻ എന്തുകൊണ്ടാണ് അതൊരു ഹുസ്ബാനിന്റെ പാറ്റേണിൽ നമ്മൾ എന്തോ ഒരു വാക്ക് പറയാറുണ്ടല്ലോ എല്ലാ ദിവസവും. അത് ഹുസ്ബാന്റെ പാറ്റേണിൽ പറയുന്ന ഒരു വാക്ക്, എല്ലാ ദിവസവും പറയുന്ന വാക്ക് അസ്ബഹ അല്ല, കലകണക്ക്. ഹുസ്ബാൻ എന്ന പാറ്റേണിൽ, എന്ന ഘടനയിൽ, എന്ന വസിനിൽ എന്താ വാക്ക് പറയുന്നത്? സുബ്ഹാന. സുബ്ഹാൻ. അത് ആ പാറ്റേൺ അല്ലല്ലോ. സുബ്ഹാൻ പറഞ്ഞു. ഓക്കെ, വേറെയുണ്ട്. അതല്ലേ ഖുർആൻ. ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അധികമായ വായന. വായന, അധികമായ വായന. അപ്പൊ ഹുസ്ബാൻ എന്ന് പറഞ്ഞാലോ? കൃത്യമായിട്ട് കണക്കാക്കൽ. കൃത്യമായ കണക്ക്. അതെ, എന്തിനാണ് ആധിക്യത്തിൽ രൂപം ഉപയോഗിച്ചത് അവിടെ? ഷംസിനെയും ഖമറിനെയും കൃത്യമായ കണക്കിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഫാലഖുൽ ഇസ്ബാഹി ജഅലൽ ലൈല സകനൻ വശംസ വൽ ഖമറ ഹുസ്ബാനൻ. അതിനെയൊക്കെ എന്ത് ചെയ്യുന്നു? കൃത്യമായ കണക്കിലാണ് ജഅൽ ആക്കിയിരിക്കുന്നത്, ആക്കി വെച്ചിരിക്കുന്നത്. ذلك تقدير العزيز العليم. എന്നിട്ട് പറയാണ് ഇത് തഖ്ദീർ അസീസും അലീമാനുള്ള. മനുഷ്യന്മാർക്ക് അതിനൊരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലല്ലോ. ദിവസം കണക്കാക്കാൻ വേറെ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? ദിവസവും മാസവും കണക്കാക്കുന്നത് സൂര്യനെയും ചന്ദ്രനെയും വെച്ചിട്ടാണ്. സമയത്തിന്റെ കണക്ക്. അതെ. അപ്പോ ഇതൊക്കെ തൗഹീദ് പറഞ്ഞു വരികയാണ്. തൗഹീദ് റുബൂബിയ്യത്ത് പറയുന്നു ഇവിടെ. പ്രപഞ്ചഘടന ആകമാനം ഈ കൺട്രോളിലാണ് പോകുന്നത്.
وهو الذي جعل لكم النجوم لتهتدوا بها في ظلمات البر والبحر. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് പ്രധാനപ്പെട്ട സംഗതിയൊക്കെ കഴിഞ്ഞു. ആദ്യം ഏത് പ്രപഞ്ചത്തിൽ നിങ്ങൾ കാണുന്ന എല്ലാത്തിനെയും സൃഷ്ടിക്കുന്ന അവനാണെന്ന് പറഞ്ഞു. പിന്നെ പ്രപഞ്ചത്തിന്റെ മൊത്തം ഘടന അവനാണ് നിശ്ചയിച്ചിരിക്കുകയെന്ന് പറഞ്ഞു. പിന്നീട് ഓരോന്നിലേക്ക് പോവുകയാണ്. ജാലലക്കും നുജൂം, നിങ്ങൾക്ക് നുജൂമിനെ ആക്കി തന്ന അവനാണ്. ഖുർആൻ പഠിക്കാൻ മാത്രമല്ല, നിങ്ങൾ ബറിലായിരുന്നാലും ബഹറിലായിരുന്നാലും. ബർ എന്താ പറഞ്ഞത്? ബർ എന്താണ്? അപ്പൊ കരയിലാണെങ്കിൽ നിങ്ങൾക്ക് മാർഗം വഴി കാണിച്ചാൽ ആര് വേണം? ഗൂഗിൾ മാപ്പ് മതിയോ? അല്ല, ഗൂഗിൾ മാപ്പ് നോക്കിയാൽ ഇന്നലെ ഒരാൾ നമ്മൾ സൈറ്റിലേക്ക് വന്നു, അവരാളെ ക്ലിക്ക് ചെയ്താൽ ഹാർട്ട് എഡ്യൂക്കേഷൻ എന്നാ കാണിക്കുക. പക്ഷേ ഈ നുജൂം സാർ എന്നാണ് പറഞ്ഞത്. എനിക്ക് മനസ്സിലായി, ഞാനിലേക്ക് പോയിരുന്നാണ്. അതെന്ത് ചെയ്തു? ഗൂഗിൾ മാപ്പ് കറക്കി കൊണ്ടുവന്നിട്ടാണ് എന്ത് ചെയ്തത്? ആദ്യം തന്നെ ഒരു വഴി കൊണ്ട്, സന്നിഗ്ധമായ വഴി കൊണ്ട് കാണിച്ചു കൊടുത്തു. അവിടെ ക്ലിക്ക് ചെയ്താൽ ഫസ്റ്റില് ഹാർട്ട് എഡ്യൂക്കേഷൻ എന്നാണ് കാണിക്കുക മാപ്പില്. ഞാൻ രണ്ടാമത് ക്ലിക്ക് ചെയ്ത് നോക്കി. ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ ഹാർട്ട് എഡ്യൂക്കേഷൻ എന്നാണ് കാണിക്കുക. അയാൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് വേറെ ഇങ്ങോട്ടോ ഒരു വഴിയിലേക്ക് തിരിച്ചു. എന്നിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വരാൻ അയാളോട് പറഞ്ഞു. തിരിച്ചു വന്നിട്ട് ഈ റൂട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും അയാൾ കിട്ടിയത് വേറെ വളഞ്ഞ വഴിയാണ്. അപ്പൊ ബറിൽ നിന്നിട്ട് എങ്ങോട്ട് തിരിയണമെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. ആദ്യം പറയാം നിങ്ങൾ കിഴക്കോട്ട് തിരിയണം, പടിഞ്ഞാറോട്ട് തിരിയണം, വലത്തോട്ട് തിരിയണം, വലത്തോട്ട് തിരിയണം എന്ന് പറയും. എങ്ങോട്ടാ വലത്തോട്ട്, എങ്ങോട്ടാ പടിഞ്ഞാറോട്ട് എങ്ങനെ അറിയാൻ പറ്റും? ബറില് നിങ്ങൾക്ക് ചിന്തിക്കാൻ മനസ്സിലാവുന്നുണ്ടോ ബർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? നമ്മളെ കോഴിക്കോട് പട്ടണം അല്ലെങ്കിൽ മലപ്പുറം പട്ടണമൊന്നും അല്ല. ഒരു ഡെസർട്ടിലായ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുക. അതാണ് ബർ, മരുഭൂമി. എങ്ങോട്ട് തിരിഞ്ഞാലും വേറെ ഒന്നും കാണാനില്ല, ചക്രവാളം മാത്രമേ കാണാൻ പറ്റുള്ളൂ. ചക്രവാളം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചയുടെ എൻഡ് മാത്രമേ കാണുള്ളൂ. മരവും മലയും ഒന്നുമില്ല. എങ്ങോട്ട് തിരിഞ്ഞാലും എങ്ങനെ കറങ്ങിയാലും നമ്മൾ താഴെ നിന്നിട്ട് ആകാശത്തോട്ട് നോക്കിയാൽ എങ്ങനെയായിരിക്കും? മുകളിലുള്ള കാഴ്ചയുടെ പരിധി മാത്രമല്ല നമുക്ക് കാണുള്ളൂ. അതേപോലെയാണ് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വലത്തോട്ടും ഇടത്തോട്ടും എങ്ങോട്ട് തിരിഞ്ഞാലും അത് മാത്രമേ കാണുള്ളൂ. അവിടെയാണ് പറയുന്നത് ബറിലും ബഹറിലും നിങ്ങൾക്ക് വഴി കാണാൻ നുജൂമിനെ ഉണ്ടാക്കിയിട്ടു. അപ്പൊ രാത്രി കാലങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നുജൂമിനെ നോക്കിയിട്ട് അവർക്ക് ദിക്കറിയാൻ പറ്റുമോ? നക്ഷത്രങ്ങൾ, ഓരോ സമയത്തും കാണുന്ന നക്ഷത്രങ്ങളെ വെച്ചുകൊണ്ട് ദിക്കറിയാൻ പറ്റും. അത് നോക്കിക്കൊണ്ടിരിക്കുന്നവരൊക്കെ പറ്റുള്ളൂ. മുൻകാലങ്ങളിൽ ക്ലോക്കൊന്നും ഇല്ലായിരുന്ന സമയത്ത് ജനങ്ങൾ എന്തായിരുന്നു? നോക്കിയിട്ട് ഇപ്പൊ ഇതിനകത്തുള്ള സീനിയർ സിറ്റിസൺസ് ആലോചിച്ചാൽ നിങ്ങളുടെ പാപ്പയുടെയും ഉമ്മയുടെയും കാലത്ത് എങ്ങനെയായിരുന്നു നമ്മൾ അത്താഴം കഴിക്കാൻ എഴുന്നേറ്റിരുന്നത്? ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ നിഴല് നോക്കാൻ പറയായിരുന്നു പാടുമ്മ. അതെ, നിഴല് നോക്കാൻ പറയും. അതേപോലെ രാത്രിയാണ് എന്ത് ചെയ്യും? രാത്രി എഴുന്നേറ്റ് അവർക്ക് കൃത്യമായിട്ട് സമയം പറഞ്ഞു തരാൻ പറ്റും. ഏകദേശം ആയിരിക്കും. മണി ഇത്രയായി, 2 മണിയായി, 3 മണിയായി, സുബഹി ആയിട്ടില്ല, അത്താഴം കഴിക്കാനായിട്ടില്ല എന്നൊക്കെ പറയും. അപ്പൊ അതിനു വേണ്ടി നുജൂമിനെ സൃഷ്ടിച്ചിരുന്നത് അവനാണ്. അത് ഫസ്സൽ ആയത്തിലെ കൗമിയല്ലം. അപ്പൊ ഈ ആയത്ത് ഏതാണ്? ദൃഷ്ടാന്തങ്ങളാണ്. മുകളിലൊന്നും സൂക്തങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, കിതാബിനെ കുറിച്ചും പറഞ്ഞില്ല. റുബൂബിയത്താണ് പറയുന്നത്. റുബൂബിയത്തിന്റെ അടയാളങ്ങളാണ് പറയുന്നത്. റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? തൗഹീദുൽ റുബൂബിയത്തും തൗഹീദുൽ ഉലൂഹിയത്തും തൗഹീദുൽ അസ്മാഇ വ സിഫാത്തും ഉണ്ട്. ഇതാണ് തൗഹീദിന്റെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ. ഒന്നെന്താണ്? ആദ്യത്തെ തൗഹീദ് ഏതാണ്? തൗഹീദുൽ റുബൂബിയത്ത്, റബ്ബായിരിക്കുന്ന അവസ്ഥ. റബ്ബ് എന്ന് പറഞ്ഞാൽ രക്ഷിതാവ്, പരിപാലകൻ, നിയന്താവ്, ഇതായിരിക്കുന്ന അവസ്ഥ. അതിൽ
ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ചില ബുദ്ധി എന്താ പറയാ അതിബുദ്ധിമാന്മാരെന്ന് പറയുന്ന ചില ആൾക്കാരൊഴിച്ച് നിരീശ്വരവാദികളും എന്താ പറയാ അങ്ങനെയുള്ള ഒരു ഭാഗം അവരെ ലോകത്ത് തന്നെ എന്താണ് ന്യൂനപക്ഷം എന്ന് പറയാൻ പറ്റില്ല, വളരെ എണ്ണപ്പെട്ട ആൾക്കാരെ അവരൊഴിച്ച് ബാക്കി ഒരു മതത്തിന്റെ വക്താക്കൾക്കും ഇതില്ല, റുബൂബിയ്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഒരു ഈശ്വരൻ, ഒരു യഹോവ, ഒരു ദൈവം അല്ലെങ്കിൽ അള്ളാഹ് ആണ് പ്രപഞ്ചത്തിന്റെ മുഴുവൻ അധിപൻ, അവനാണ് ഇതെല്ലാം എന്ത് ചെയ്യുന്നത് ക്രമമായി നടത്തിക്കൊണ്ട് പോകുന്നത് എന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അതാണ് ആദ്യം എന്ത് ചെയ്യുന്നത്, ജനങ്ങളുടെ മുന്നിൽ എടുത്തു പറയും. അതുകൊണ്ടാണ് തൗഹീദ് റുബൂബിയ്യത്ത് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നേരത്തെ പറഞ്ഞു തുടങ്ങിയത്, ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ എല്ലാം പറഞ്ഞിട്ട് പിന്നെ എന്ത് പറയുന്നു, അത് ഫസ്സൽ ആയാത്തി ലിഖൗമി യഅലമൂൻ, വിവരമുള്ളവർക്കാണ് ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം നമ്മൾ വ്യക്തമാക്കി കൊടുക്കുന്നത്. അവൻ നോക്കിയാൽ ബറിലും ബഹറിലും എങ്ങനെ അടയാളം കണ്ടിട്ട് എങ്ങനെ ദിക്കറിയാൻ പറ്റും, എങ്ങനെ എങ്ങോട്ട് പോകണം എങ്ങനെ അറിയാൻ പറ്റും. അതെല്ലാം പ്രപഞ്ചത്തിലുള്ള കാണുന്ന ഘടനകൾ വെച്ചുകൊണ്ട്, കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് അവൻ കണ്ടുപിടിക്കുന്നത്. അതേപോലെ ഉണങ്ങി കരിഞ്ഞു കിടക്കുന്ന ധാന്യമണികളിൽ നിന്നും എല്ലാം അത് സജീവമായി വരുന്നു. മനുഷ്യന്റെ തന്നെ ആവിർഭാവം അത് കോമൺ ആയിട്ടാണ് പറഞ്ഞത്. നിർജീവമായതിൽ നിന്നും സജീവമായതിനെ ഉണ്ടാക്കുന്നു. യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് വ മുഖ്രിജുൽ മയ്യിത്ത് മിനൽ ഹയ്യ്. ഇത് രണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആർദിലാണ് ചിന്തിക്കേണ്ടത്. യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്. ഇവിടെ പരലോക വിശ്വാസം പുനരുദ്ധാനം എന്നല്ല പറയുന്നത്. ഒന്നുമില്ലായിരുന്നല്ലോ, മനുഷ്യൻ ഒന്നുമില്ലായിരുന്നു, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ കാണുന്ന ഒന്നും ഉണ്ടായിരുന്നതല്ല. അതെല്ലാം എന്ത് ചെയ്തതാണ്, ജീവനുള്ളതാക്കിയതാണ്. പിന്നീട് എന്ത് ചെയ്യുന്നു, ജീവനുള്ളതിനെ മുഖ്രിജുൽ മയ്യിത്തി മിനൽ ഹയ്യ്, ജീവനുള്ളതിൽ നിന്നും ജീവനില്ലാത്തതിനുണ്ടാകും, മരിക്കുന്നു അല്ലെങ്കിൽ നിർജീവമാകുന്നു. അപ്പൊ അതെന്താണ്, റബ്ബിന്റെ റുബൂബിയ്യത്തിന്റെ ഭാഗമാണ്. പിന്നെ പ്രഭാതവും അതുപോലെ പ്രപഞ്ച ഘടനകളൊക്കെ പറഞ്ഞു. ഇതെല്ലാം കൃത്യമായി കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന്. അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് ഖദ് ഫസ്സൽന ആയാതി ലിഖൗമി യഅലമൂൻ. ഇതൊക്കെ വിവരമുള്ളവർക്ക് പറയേണ്ട കാര്യമുണ്ടോ? വിവരമുള്ളവർക്കാണ് ഇത് വ്യക്തമായി കൊടുക്കുന്നത്. പിന്നെയും പറഞ്ഞു വഹുവല്ലദീ അൻശഅകും മിൻ നഫ്സിൻ വാഹിദത്തിൻ. അപ്പൊ ഒന്നുമില്ലായിരുന്ന മനുഷ്യനെ ശ്രദ്ധിച്ച കാര്യം പറഞ്ഞു. പിന്നെന്ത് ചെയ്തു, അൻശഅകും മിൻ നഫ്സിൻ വാഹിദത്തിൻ, ആ ഒരു മനുഷ്യനിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങളെ ഉണ്ടാക്കി സൃഷ്ടിച്ചു. മുസ്തഖറുൻ വ മുസ്തൗദഅ. ഇതെന്തുണ്ട്, മുസ്തഖറും ഉണ്ട് മുസ്തൗദഅും. വെയർ ഹൗസിൽ എന്താ പറയുന്നത്, مستودع മുസ്തൗദഅ എന്ന് പറയാൻ കാര്യം എന്താ, സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലമല്ലേ. സൂചിപ്പിക്കുന്നുള്ളൂ. അപ്പൊ ആ മുസ്തൗദ ആണ് ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. മുസ്തഖറും മുസ്തൗദ. വീണ്ടും പറഞ്ഞു ഖദ് ഫസ്സൽന ആയാതി ലിഖൗമി യഫ്ഖഹൂൻ. യഫ്ഖഹൂൻ എന്നൊരു വാക്ക് നമ്മൾ സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു.
യഫ്ഖഹൂനിൽ വന്ന വാക്ക് സ്ഥിരം ഉപയോഗിക്കുന്നില്ലേ? يفقهوا قولا فقه അത് തന്നെ ഫിഖ്. ഫിഖ്. ഫസ്സൽന എന്നുള്ളതിന്റെ അർത്ഥം എന്താണ് ശരിക്കും? എന്താ അർത്ഥം ഫസ്സൽന എന്ന് പറഞ്ഞാൽ? നാം വ്യക്തമാക്കി വിവരിച്ചു. വ്യക്തമാക്കി വിശകലനം ചെയ്തു ഫസ്സല എന്ന് പറഞ്ഞാൽ എന്താ? ഫസല് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലാസ്. ഫസല് ക്ലാസ് അല്ലെങ്കിൽ പാരഗ്രാഫ്, ഖണ്ഡിക. ഓക്കെ. അപ്പൊ എന്ത് ചെയ്തു? വെട്ടി മുറിച്ച് വേർതിരിച്ച് കാണിച്ചു തരാണ് നിങ്ങൾക്ക്. ഫസല് ക്ലാസ്, ഫസ്സല ക്ലാസ് ആക്കി, ക്ലാസിഫൈ ചെയ്തു. അതെ. അപ്പൊ വെട്ടിമുറിച്ചപ്പോ എന്തായി? അതിനകത്തുള്ള എല്ലാം വ്യക്തമായി. നമ്മൾ ചക്ക വെട്ടിമുറിച്ച് നോക്കി, അപ്പൊ അറിയാൻ പറ്റും. എന്തൊക്കെ കാണും? ഒരു ചക്ക എടുത്ത് വെട്ടിമുറിച്ച് നോക്കിയാൽ അതിലെ എന്താ പറയാ, ചവണി എന്നാണ് നമ്മൾ പറയുന്നത്. ചക്കയുടെ ചക്ക ചുറ്റുള്ളതാണ്. മാംസളമായിട്ടുള്ള ഭാഗം. പിന്നെ അത് തിന്നുന്ന ഭാഗമുണ്ട്. പിന്നെ അതിന്റെ പൂഞ്ചുണ്ടാവും, അതിന്റെ മധ്യത്തുള്ള പൂഞ്ചുണ്ടാവും, അതിനകത്തുള്ള വിത്തുണ്ടാവും. വിത്തിനെ ആവരണം ചെയ്തിട്ടുള്ള 2 ഉണ്ട്. ഒരു പാടയുണ്ട്, അതിന് പുറമേയുള്ള ഒരു സാധനം, ഒരു കണ്ണത്തെ ഭാഗമുണ്ട്. അപ്പൊ മനസ്സിലായി എന്തൊക്കെ കാണാമെന്ന്. അതാണ് തഫ്സീല്. ഇനി എന്തെങ്കിലും വേണോ? വെട്ടിമുറിച്ച് നോക്കിയാൽ എല്ലാം വ്യവച്ഛേദിച്ച് വിശകലനം ചെയ്ത് കാണിച്ചു തരുന്നു എന്നർത്ഥം. അപ്പൊ ഈ ആയാത്ത്, ഇതെന്താ ആയാത്ത്? സൂക്തങ്ങളാണോ? ഇതെല്ലാം ദൃഷ്ടാന്തങ്ങളാണ്, തെളിവുകൾ, പ്രമാണങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ. ആ ആയാത്തുകളെല്ലാം വിവരമുള്ളവർക്ക് എന്ത് ചെയ്യുന്നു? വിശദീകരിച്ച് കാണിച്ചു കൊടുക്കുന്നു. ഗ്രഹിക്കുന്നവർക്ക് എല്ലാം അതിനകത്ത് വരും. ഫിഖ് എന്ന് പറയുമ്പോൾ എല്ലാം ഗ്രാഹ്യവും വിവരവും എല്ലാം അടങ്ങുന്നതാണ് ഫിഖ്. وهو الذي أنزل من السماء ماء فأخرجنا. തീർന്നില്ല കേട്ടോ, ഇനിയും പറയാണ്. ഇതെല്ലാം റുബൂബിയ്യത്തിന്റെ ഭാഗമാണ്. ഇത് തീർന്നിട്ട് പിന്നെ അടുത്തതെല്ലാം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് ഉലൂഹിയ്യത്ത് പറയാൻ പറ്റുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അസ്മാ സിഫാത്ത്. ഇപ്പൊ 3 ഘടകം ഓർമ്മയുണ്ടല്ലോ തൗഹീദിന്റെ. ഏതൊക്കെയാണ്? തൗഹീദുർ റുബൂബിയ്യത്ത്, റബ്ബായിരിക്കുന്ന അവസ്ഥ. തൗഹീദ്. രണ്ടാമത്തെ എന്താണ്? തൗഹീദുൽ ഉലൂഹിയ്യത്ത്, ഇലാഹായിരിക്കുന്ന അവസ്ഥ. മൂന്നാമത്താണ് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, അള്ളാഹയുടെ നാമങ്ങളുടെയും വിശേഷണങ്ങളുടെയും ഏകത്വം. അപ്പൊ അള്ളാഹിന്റെ ഗുണനാമങ്ങളുടെ ഏകത്വം. من السماء ماء فأخرجنا به نبات كل شيء. എല്ലാത്തിന്റെയും ചെടികളെ മുളപ്പിച്ചു, അതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചു. فأخرجنا منه خضرا. അപ്പൊ ചെടികളിൽ ഏറ്റവും കൂടുതലുള്ള എന്ത് നിറമാണ്? പച്ച. ഖദിർ. نخرج منه حبا متراكبا. മുത്തറാക്കിബ് എന്താ? പരസ്പരം ഇടതിങ്ങി വളരുന്നു. അങ്ങനെയുള്ള ഹബ്ബാണ്.
ഞെങ്ങി ഞെരുങ്ങിയിരിക്കുന്ന ഹബ്ബ്. അല്ല, ഞെങ്ങി ഞെരുങ്ങിയിരിക്കുന്ന ഹബ്ബ് കണ്ടിട്ടുണ്ടോ? ധാന്യങ്ങൾ ഞെങ്ങി ഞെരുങ്ങിയിരിക്കുന്ന വിത്ത് കണ്ടില്ലേ? ഒരു മാതളം പൊളിച്ചു നോക്ക്, മാതളം അങ്ങനെ ഉണ്ടാവുക അതിന്. തിങ്ങി ഞെറിഞ്ഞിരിക്കും അട്ടിയായി. അതാണ് ഹബ്ബൻ മുത്തലാക്കിബൻ. തെങ്ങിന്റെ പൂക്കൊല. അത് ഹബ്ബാണോ? ആ അത് പൂ മാത്രമല്ലേ ഉള്ളൂ. അത് പൂ മാത്രമേ ഉള്ളൂ. അത്തിയാണോ? അത്തിയല്ല, മറ്റേ ആത്തച്ചക്ക. ആത്തച്ചക്ക. കസ്റ്റാർഡ് ആപ്പിൾ. അതെ. നമ്മുടെ വീട്ടിൽ വന്നാ തരാം. അങ്ങനെയുള്ള കുറെ പഴങ്ങളുണ്ട്. ആത്തിപ്പഴവും പിന്നെ അതിന്റെ വലിയ സാധനം ഉണ്ടല്ലോ, ക്യാൻസറിനൊക്കെ കഴിക്കുമെന്ന് പറഞ്ഞു. മുള്ളഞ്ചക്ക. അതുകൊണ്ട് ഇവിടെ മുള്ളാത്ത. അത് തന്നെ, മുള്ളാത്ത. അത് മുള്ളാത്തേക്കാളും കൂടുതൽ ധാന്യം ഇതിലുണ്ടാവും, ആത്തച്ചക്കയിലുണ്ടാവും. കസ്റ്റാർഡ് ആപ്പിൾ അതും ഞെങ്ങി ഞെരുങ്ങിയായിരിക്കുന്നത്. അതിനേക്കാളും ഞെങ്ങി ഞെരുങ്ങിയാണ് മാതളത്തിലുണ്ടാകുന്നത്. അത് ഒരുപാട് ധാന്യങ്ങളാണുള്ളത്. അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കിയത് അവനാണ് എന്നാ പറഞ്ഞു വരുന്നത്. ഹബ്ബൻ മുത്തറാക്കിബൻ. മുത്തറാക്കിബിന്റെ അതിന്റെ അതിന്റെ മുജറദ് എന്താണ്? റാക്കിബായപ്പോഴത്തേക്ക് എന്തായി? അത് റാക്കബ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ജാഹദ ഗ്രൂപ്പായി. റക്കീബായപ്പോഴത്തേക്ക് എന്താണ്? അതാണ് മുജറദ്. മുജറദ് എന്ന് പറഞ്ഞാൽ തനിച്ചത്. സുലാസി മുജറദ്, 3 അക്ഷരമുള്ളത്. അപ്പൊ റക്കീബ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കയറി. അങ്ങനെ ഒന്നൊന്നിന്റെ ഇടയ്ക്ക് കയറി ഇരിക്കുന്നതാണ്. നഖ്ലി മിൻ ത്വൽഹ ഖിൻവാനുൻ ദാനിയത്തുൻ. അപ്പോ നഖൽ എന്താണ്? അവർക്ക് സുപരിചിതമാണ്. അറബികൾക്ക് അറബിയിൽ അവതരിക്കുന്നത് കൊണ്ടാണ് അവിടെയുള്ള ഉദാഹരണങ്ങൾ എടുത്തു പറയുന്നത്. പക്ഷെ അതിനു മുമ്പ് എല്ലാ സ്ഥലത്തുള്ള സംഗതികളൊക്കെ പറഞ്ഞു. മുത്തറാക്കിബായ ഹബ്ബ് പറഞ്ഞു. പിന്നെ അമിന നഖ്ലി, ഈന്തപ്പന. മിൻ ത്വൽഹ ഖിൻവാനുൻ ദാനിയത്തുൻ. അത് കുലച്ചു കഴിയുമ്പോൾ എന്തുണ്ടാവും? മനുഷ്യന് കൂടുതൽ ഉണ്ടായി കഴിഞ്ഞാൽ മനുഷ്യൻ എന്തുണ്ടാവും? മനുഷ്യൻ കൂടുതൽ ഉണ്ടായി കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും സംഗതികൾ കൂടുതൽ ഉണ്ടായി കഴിഞ്ഞാൽ അവൻ തല ഉയർത്തുകയാണ് ചെയ്യുന്നത്. വൃക്ഷലതാദികളോ കൂടുതലുണ്ടായി താന്നു തരികയാണ് ചെയ്യുന്നത്. അതാണ് കിൻവാനിൻ ദാനിയത്തിൽ. അടുത്തത് ജന്നാത്തിൻ മിൻ അനാബിൻ. മുന്തിരിത്തോട്ടം. മുന്തിരിത്തോട്ടം. എന്താണ്? തോട്ടം എന്നല്ലേ? തോട്ടങ്ങൾ. ധനായതിനിലാണ് ഇവിടെ ചില ആൾക്കാർ നിൽക്കുന്നത് ഇപ്പോഴും. ധനായതിനിയില് ധനായതിനുമാണ് കേട്ടോ. ധനായതിനും ദാനിൻ മുദക്കർ, ദാനിയത്തിൻ മുഅന്നസ്. ദാനിയത്തിന്റെ സൂപ്പർലേറ്റീവ് എന്താണ്? ദാനിയത്തിന്റെ സൂപ്പർലേറ്റീവ് ആണ് ദുനിയ.
ദുനിയ. അദ്വിത്വം. പിന്നെ അത് സാങ്കേതിക അർത്ഥത്തിൽ വന്നപ്പോഴാണ് ഹയാത്തു ദുനിയ വന്നത്. ഏറ്റവും അടുത്ത ജീവിതം, സമീപസ്ഥമായ ജീവിതം. അങ്ങനെയാണ് നമ്മൾ എന്താണ് ധാന്യത്തിന് സൂപ്പർലേറ്റീവ്? ദാനിന്റെ സൂപ്പർലേറ്റീവ് ആണ് അതിന്. ദാനിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ സൂപ്പർലേറ്റീവ് അതിന്. അത് മുദക്കറാണ്. ദാനിയത്തിന് വന്നപ്പോ മുഅന്നസ് ആയതുകൊണ്ടാണ് ഇന്ത്യ പറഞ്ഞത് അതിന എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഹയാത്ത് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് ഹയാത്ത് ദുനിയ എന്ന് പറയുന്നത്. ദാനം ദുനിയ. ഇത്തം. ഇഹലോക ജീവിതമല്ലാത്ത ഒരു ദുനിയ ഖുറാനിലുണ്ട്. ആദ്യത്തെ കണ്ടുപിടിക്കുന്നത് ദാനിന്റെ ജം എന്താ? ദാനിന്റെ ജന്മം എന്താ? ദവാൻ ദവാൻ അത് നോക്കണം. ഉം. സമീപസ്ഥമായവ. ജം അത് ജം. അത് ദുനിയ സൂപ്പർലേറ്റീവ്. അത് എന്താ പറയാ, ദാനിൻ എന്നത് സമീപസ്ഥമായ ആൾക്കാരെ സംബന്ധിച്ചാണ് പറയുന്നതെങ്കിൽ ദാനൂൻ എന്നാണ് പറയുക, അടുത്തവർ. അല്ല ഗൈർ ആക്കിലാണെങ്കിൽ, ഗൈർ ആക്കിൽ എന്നാണെങ്കിൽ മനുഷ്യന്മാരല്ലാത്തവരാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ദവാനിൻ എന്നാണ് പറയുക. അപ്പം അഴ്നാബിന്റെ തോട്ടങ്ങളും അവനാണ് ഉണ്ടാക്കുന്നത്. ജെയ്ത്തൂൻ, റുമ്മാൻ. പിന്നെന്താണ്? മുസ്തബിഹം വഗൈറ മുതശാബിഹ്. നേരത്തെ പറഞ്ഞില്ലേ, ആത്തച്ചക്കയുണ്ട്, മറ്റേ മുള്ളൻ ചക്കയുണ്ട്, മാതളം. അല്ല മുള്ളൻ ചക്കയും ആത്തിപ്പഴവും, ആത്തിച്ചക്കയും മുള്ളാത്തയും ആത്തിച്ചക്കയും പരസ്പരം രണ്ടും വലുതാണ്. ടേസ്റ്റ് ചെറിയ ടേസ്റ്റിൽ വലിയ വ്യത്യാസം നമുക്ക് തോന്നുമെങ്കിലും ചെറിയ വ്യത്യാസം എന്നാണ് ചിലർക്ക് തോന്നുന്നത്. അപ്പൊ എന്തായി? മുസ്തബിഹാണ്. ആത്തച്ചക്കയും സീതപ്പഴവും രണ്ടും വ്യത്യാസമുണ്ട്. രണ്ടും വ്യത്യാസമുണ്ട്. അപ്പൊ മനസ്സിലായില്ലേ? തമിഴ്നാട്ടിലെ ഒരു പഴം, ഏതാണ്? തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ജാത്തിപ്പഴമില്ലേ, സീതപ്പഴം. അതാണ് ഞാൻ പറഞ്ഞ പിന്നെ കസ്റ്റാർഡ് ആപ്പിൾ എന്ന് പറഞ്ഞു. അത് നമ്മുടെ ഇവിടെ ഉണ്ടാവുന്നത് അതും തമ്മിൽ വ്യത്യാസമുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് ഇതാണ്. ചക്കയും മറ്റതും തമ്മിൽ പല ചെറിയ കളറിൽ വ്യത്യാസം. വരുന്നുണ്ട് ഈ അത്. മുള്ളാത്ത വേറെയാണ്, വലുതാണ്. മുള്ളാത്ത വലുതാണ്. ഇത് ആപ്പിളിന്റെ അത്രയും ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് ഓറഞ്ചിന്റെ അത്രയൊക്കെ ഉണ്ടാവും. കസ്റ്റാർഡ് ആപ്പിൾ എന്ന് പറയുന്നത് അത് നാട്ടിലത്തെ പല കളറിൽ തമിഴ്നാട്ടിലെ വരുന്നുണ്ട്. അതിൽ തന്നെ പല കളറുള്ളതുണ്ട്. പുറമേ കളർ ഉണ്ടാവും, അകത്ത് വേറെ എന്തായിരുന്നാലും നമുക്ക് മനസ്സിലായി, ഒരേ സമീപസ്ഥമായ സാദൃശ്യമുള്ള പഴങ്ങളുണ്ട്, മുസ്തബിഹായിട്ടുള്ള. വഗൈറ മുത്തശാബിഹാണ്. മുസ്തബിഹും വഗൈറ മുത്തശാബിഹം എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുമിച്ച് വേണമെങ്കിൽ പറയാം. അപ്പൊ വരിക്കച്ചക്ക എടുത്തു കഴിഞ്ഞാല് വരിക്കച്ചക്കയാണ്, എല്ലാ വരിക്കച്ചക്കയും ഒരേപോലെയല്ല. അപ്പൊ എന്താണ്? മുസ്തബിഹ് സാദൃശ്യമുള്ളതാണ്, വഗൈറ മുത്തശാബിഹ് എന്നാൽ പരസ്പര വ്യത്യാസമുള്ളതാണ്. സാദൃശ്യമുള്ളതും പരസ്പര വ്യത്യാസമുള്ളതും. സാദൃശ്യമുള്ള പഴങ്ങൾ കുറേയുണ്ട്, വ്യത്യാസമുള്ള പഴങ്ങൾ കുറേയുണ്ട്. അതേസമയം ഒരേ ഇനം പഴങ്ങൾ തന്നെയും ഒരേപോലെയുള്ള പഴങ്ങളും ആ പഴങ്ങളിൽ നിന്നും എന്നാൽ എടുത്ത് തിന്നു നോക്കുമ്പോൾ വ്യത്യാസമുള്ളതുമായ സംഭവം.
വരിക്കച്ചക്ക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഫാമിൽ തന്നെ വരിക്കച്ചക്ക ഒരു 3 ഇനമെങ്കിലും വരിക്കച്ചക്ക. ഓ ചുവപ്പ് നിറമുള്ളതുകൊണ്ട്, ചുവപ്പില്ലാത്ത കടും മഞ്ഞ നിറമുള്ളതുകൊണ്ട്, ചുവപ്പാകാൻ പോകുന്നുണ്ട് വെള്ള നിറത്തിലുള്ള വരിക്കച്ചക്കയുണ്ട്. വരിക്കച്ചക്കയുണ്ട്. വെള്ളം എന്ന് പറഞ്ഞാൽ തുയ്യ വെള്ളമല്ല, മഞ്ഞ കുറഞ്ഞ വെള്ള വരിക്ക എന്ന് പറയും. ലൈറ്റ് മഞ്ഞ. അപ്പൊ അത് തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ അത് മുസ്തബിഹാണ്, വഗൈറ മുത്തശാബിഹാണ്. അങ്ങനെയുള്ള പഴങ്ങളും ഉണ്ട്. അപ്പൊ ഇതെല്ലാം എന്താണ്? റുബൂബിയ്യത്തിന്റെ പാരമ്യത പറയുന്നതിന് വേണ്ടിയാണ് കാണിക്കുന്നത്. എന്ന് പറയുന്നത് ഒന്നും ഇതാ സമരിഹി, ഇത് അസ്മറ വയൻഹി. അത് അസ്മറ എന്ന് പറഞ്ഞാൽ സമർ എന്ന് പറഞ്ഞാൽ സമർ എന്താണ്? സമറുൻ എന്ന് പറഞ്ഞാൽ എന്താ? സമറുൻ ഉന്നുറു ഇലാ സമരിഹി, അതിന്റെ ഫലം, പഴമല്ല. പഴം എന്ന് പറഞ്ഞാൽ പാക്കിഹത്താണ്. ഉന്നുറു ഇലാ സമരിഹി, അതിന്റെ ഫലത്തെ നിങ്ങൾ നോക്കൂ. അപ്പോ ചക്കയുടെ ഫലം നോക്കിയാൽ എങ്ങനെ ഇരിക്കും? പ്ലാവിന്റെ ഫലം നോക്കിയാൽ എങ്ങനെ ഇരിക്കും? അതിനെന്താ ആദ്യം അത് വരുന്നത്? എന്താ പറയാ? ചെറിയ ചക്കയ്ക്ക് എന്താ പറയും? അത് ആദ്യം പൂവായതിനു ശേഷം പിന്നീട് ചക്കയായി വരില്ലേ? അപ്പൊ അത് ഫലമായി ഇലാ സമരിഹി, ഉന്നുറു ഇലാ സമരിഹി. പിന്നെ ഇതാ അസ്മറ എന്ന് പറഞ്ഞാൽ അത് ഫലമാകുമ്പോൾ എൻഹി, പിന്നെ എന്താണ്? പാകമാകൽ. പാകമാകുമ്പോ എന്തായി? അത് ഇത്രയും മാത്രം ഉണ്ടാവും. 1 മീറ്ററോളം നീളമുള്ള ഒരു ചക്ക ഞങ്ങളെ എന്റെ വീട്ടിലുണ്ടായിരുന്നു. 1 മീറ്ററിൽ അധികം വരുമെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് ഞാൻ ചെറുതായത് കൊണ്ട് ആ ചക്കയുടെ വലിപ്പം കൂടുതലാണെന്ന് തോന്നിയെന്ന് അറിയില്ല. എന്തായിരുന്നാലും ഒരാൾ വന്നിരുന്നു, അയാൾ ഇങ്ങനെ വടി വെച്ച് ഇങ്ങനെ കുത്തുമായിരുന്നു. അപ്പൊ അത് നമ്മൾ ഡാമേജ് ആയിപ്പോയ സംഭവം അറിയായിരുന്നു. അപ്പൊ ഏകദേശം 1 മീറ്ററോളം, 1 മീറ്ററിലധികം നീളം ഉണ്ടായിരുന്നു. അതിൽ ചെറിയ ചക്ക എന്തായിരിക്കും? അത് കഴിഞ്ഞിട്ട് എന്തായി? വലുതായി. ഉന്നുറു ഇലാ സമരിഹി ഉന്നുറു ഇലാ സമരിഹി ഇലാ അസ്മറ വയൻഹി. അതേപോലെ നേരത്തെ അബൂബക്കർ സാഹിബ് പറഞ്ഞില്ലേ പൂക്കുല എങ്ങനെയാണ് വരുന്നത്? അത് നിങ്ങൾ നോക്കൂ. വെള്ളയ്ക്ക് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതിനെ നിങ്ങൾ നോക്കൂ. അത് കഴിഞ്ഞിട്ട് അത് കരിക്കായി മാറി, പിന്നെന്തായി? പിന്നെ തേങ്ങയായി മാറി. ഇതാ സമരിഹി ഇതാ അസ്മറ വയൻഹി ഇന്ന ഫീ ദാലിക ആയാത്തിൻ. നിങ്ങൾക്ക് എന്തുണ്ട്? ദൃഷ്ടാന്തങ്ങളുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞെല്ലാം ഫിഖ്ഹ് ഉള്ള കാര്യമാണ് പറഞ്ഞത്. യഖൗമി യഫ്ഖഹൂൻ, യഖൗമി യഅലമൂൻ, യഫ്ഖഹൂൻ ഒക്കെ പറഞ്ഞു. ഇവിടെ വന്നപ്പോ എന്തായി? യൂമിനൂനായി. അപ്പോഴാണ് നിങ്ങൾക്ക് റുബൂബിയ്യത്തിൽ വിശ്വാസം വരുന്നത്. അപ്പൊ റുബൂബിയ്യത്തിൽ വിശ്വാസം വന്നാൽ എന്ത് ചെയ്യണം? ഉലൂഹിയ്യത്തിലേക്ക് പോകണം. ഒരു ഇലാഹിനെ മാത്രമേ ആരാധിക്കാവൂ. ഒരേ ഒരു റബ്ബാണ് ഇതെല്ലാം ചെയ്യുന്നതെങ്കിൽ, ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളില്ലേ, അതെല്ലാം നിങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ നഫീദാലിക്കും നിങ്ങൾക്കുണ്ട്. അവിടെയെല്ലാം ഇത് എംഫസൈസ് ചെയ്താൻ പറഞ്ഞ് അതെന്താണ്? അതിന്റെ മഹത്വവും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ദാലിക്കും എന്ന് ബഹുവചനം ഉപയോഗിക്കുന്നത്. ആയാത്തിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് തന്നെ. ഇന്നയുടെ രണ്ടാമത്തെ ഭാഗത്തിൽ വരും. പക്ഷേ അങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഉള്ള ഭാഷ തിരഞ്ഞെടുക്കാനുള്ള കാരണം തന്നെ ഇതിന്റെ എംഫസൈസിങ് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അറബി ഭാഷ തന്നെ ഖുർആൻ അവതരിപ്പിക്കാൻ തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന്, പല കാരണങ്ങളിൽ ഒന്ന് നമുക്ക് മനസ്സിലാകുന്ന എന്താണ്? അന്നും ഇന്നും ഹയാത്തോടു കൂടിയുള്ള ഒരു ഭാഷ, ചുരുക്കം ചില ഭാഷകളിൽ ഒന്നാണ് അറബി ഭാഷ. ആ അറബി ഭാഷ അന്നും എന്തായിരുന്നു? അന്ന് തന്നെ സമ്പൽ സമർത്ഥമായിരുന്നു, പരിഷ്കൃത ഭാഷയായിരുന്നു അന്ന് തന്നെ. ഈ ഖുർആൻ അവതരിക്കുന്ന കാലത്ത് തന്നെ ഈ അറബി ഭാഷ എന്തായിരുന്നു? സംസ്കൃത ഭാഷയായിരുന്നു, വികസിച്ച ഭാഷയായിരുന്നു, വികസിതമായ ഭാഷയായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് കാര്യമായ വികാസം ഉണ്ടായെന്ന് പറയാൻ പറ്റില്ല.
പിന്നെ അറബി ഭാഷയിൽ പിന്നീടുണ്ടായ വികാസമെല്ലാം അനറബികൾക്ക് അത് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയുള്ള വികാസങ്ങൾ മാത്രമാണ്. ഇപ്പോഴും അറിവ് പഠിക്കുന്നത് എന്താണ്? അന്ന് ഇസ്ലാമിക് പീരീഡിലും പ്രീ ഇസ്ലാമിക് പീരീഡിലുമുള്ള ഭാഷയാണ് ഇന്നും അറിവ് പഠിക്കുന്നത്. അപ്പൊ എന്താണ്, അന്ന് തന്നെ ഖുർആൻ അവതരിക്കുന്ന കാലത്ത് തന്നെ ആ ഭാഷ എന്താണ് വികസിതമായിരുന്നു. പിന്നീട് എന്താണ് വികാസം ഉണ്ടായത്? അടുത്ത വികാസം ഉണ്ടായത് ഡോട്ടുകൾ ഇട്ടു എന്നതാണ്. അക്ഷരം വായിക്കുന്ന പദങ്ങൾ മനസ്സിലാകാൻ വേണ്ടി, ഞാനും തായും ബായും ഒക്കെ മനസ്സിലാകാൻ വേണ്ടി, യായും ഒക്കെ മനസ്സിലാകാൻ വേണ്ടി ഡോട്ടുകൾ ഇട്ടു വന്നു. ജായാണോ ഹായാണോ ഹായാണോ എന്ന് അറിയാൻ വേണ്ടി അവിടെ ഡോട്ടുകൾ ഇട്ടു. ഷേപ്പ് എല്ലാം അന്ന് തന്നെ ഉണ്ടായിരുന്ന ഷേപ്പുകളാണ് ഇന്നും ഉപയോഗിക്കുന്നത്. പിന്നെ ഡോട്ടുകൾ ഇട്ടു സെക്കൻഡ് എവല്യൂഷനിൽ. അടുത്ത എവല്യൂഷനിലാണ് പിന്നെ ഞായാണോ നീയാണോ വായാണോ വി ആണോ ഗു ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി, മായാണോ മൂ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി എന്ത് ചെയ്തു? ലമ്മും പത്തും കസവും ഒക്കെ ഇടാൻ തുടങ്ങിയത് പിന്നീട്. ആ ഒരു വ്യത്യാസം മാത്രമേ അറബി ഭാഷയ്ക്ക് ഉണ്ടായിട്ടുള്ളൂ. അതേസമയം നിങ്ങളെ നോക്കുക, അന്ന് ഇംഗ്ലീഷ് ഭാഷ തന്നെ ഉണ്ടായിരുന്നില്ല. ഇംഗ്ലീഷ് ഭാഷ തന്നെ അന്നുണ്ടായിരുന്നില്ല. ഇന്ന് ലോകത്തെ അടക്കി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഷ ഇംഗ്ലീഷാണ്. അപ്പൊ ഇംഗ്ലീഷ് ഭാഷ അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ ഇംഗ്ലീഷ് ഭാഷയിൽ ഖുർആൻ അവതരിക്കാൻ എന്തായാലും പറ്റില്ലല്ലോ. അല്ല ഉസ്താദ്, ഇവിടെ ഒരു സംശയമാണ്. ഞങ്ങളൊക്കെ ചെറുപ്പത്തിലെ ആദ്യം ഫത്തവും കിസ്റൊക്കെ പഠിപ്പിച്ചിട്ട് പിന്നെ അത് ഒഴിവായി വന്ന അറബി ഭാഷയിലേക്ക് നമ്മൾ വന്നത്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാല് നമുക്ക് അറിയാത്തത് കൊണ്ട് ഇടുന്നതാണ്. പക്ഷെ ആദ്യ കാലത്ത് നിങ്ങൾ ഖുർആന്റെ ഇപ്പം തന്നെ നെറ്റിൽ പരിശോധിച്ചാൽ കാണാൻ പറ്റും. ഓൾഡ് ഖുർആനിക് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. അപ്പൊ അതില് ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്തുകൾ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും നമുക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയ കത്തുകൾ, ആ കത്തുകളിലൊന്നും ഡോട്ടേ ഇല്ല. പിന്നല്ലേ ഫത്തഹും കസറും. അതായത് ഫത്തഹും കസറും ഈ അറബികൾക്ക് ഇപ്പോഴും വേണ്ട. അറബികൾക്ക് ഇപ്പോഴും ഫത്തഹും കസറും വേണ്ട, ഡോട്ട് മാത്രമേ. അപ്പൊ ആദ്യം ഉണ്ടായത് ഡോട്ടിലുള്ളതാണ്. പിന്നീട് അനറബികൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഫത്തഹും കസറും കിട്ടുന്നേ ഉള്ളൂ. പിന്നെ ഇട്ട് വായിച്ചതിന് ചെയ്യുന്ന പിന്നീട് അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ ആവശ്യമില്ല. അപ്പൊ അതേപോലെ ഒരു ഭാഷ അനിവാര്യതയാണ്. അറബി ഭാഷ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാലങ്ങൾ ചിലതാണ്. ചില കാലങ്ങളിൽ നിന്നാണ് ഇതുപോലുള്ള ഡബിൾ എംഫസൈസിങ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കാൻ പറ്റും സാഹിത്യമായ ശൈലിയിൽ. അതുപോലെ നബി ദാലിക്കും വിശ്വാസമുള്ളവർക്ക് ഇതിലൊക്കെ തികച്ചും തെളിവുകൾ, ദൃഷ്ടാന്തങ്ങൾ, പ്രമാണങ്ങളുണ്ട്. എന്നിട്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? തൗഹീദുൽ ഉലൂഹിയ്യത്തിലേക്ക് വരുന്നത്. തൗഹീദുൽ ഉലൂഹിയ്യത്തിന് തന്നെ പണ്ഡിതന്മാർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിന് ചെക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ബഖറയിലും ആലി ഇമ്രാനിലും നിസായിലും മാഇദയിലും ഒക്കെ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് തൗഹീദുൽ ഉലൂഹിയ്യത്തിൽ. അത് അങ്ങനെ ഉലൂഹിയ്യത്തിൽ നിന്നുകൊണ്ട് വേറെ കാര്യങ്ങൾ പഠിക്കണം. ഉലൂഹിയ്യത്തിൽ നിന്നുകൊണ്ട് ഉലൂഹിയ്യത്തിന്റെ ബ്രാഞ്ചസ് പഠിക്കണം. അപ്പൊ നമ്മൾ നേരത്തെ തൗഹീദിന്റെ ഈ മൂന്ന് കാര്യങ്ങളും പറയാത്തതുകൊണ്ട് ഈ ഉലൂഹിയ്യത്തിൽ നിന്നുകൊണ്ട് അതിന്റെ വ്യാഖ്യാനം ചെയ്യാൻ പോകാൻ പറ്റില്ല. എന്തായിരുന്നാലും ഇതുവരെ പറഞ്ഞ റുബൂബിയ്യത്ത് പറഞ്ഞതിന് ശേഷം പിന്നെ ഉലൂഹിയ്യത്തിലേക്ക് വരിക. ജഅലൂ ലില്ലാഹി ശുറകാ. അപ്പൊ ഇവിടെ എന്ത് ജഅലൂ ലില്ലാഹി എന്നാ പറഞ്ഞത്. പിന്നെ അള്ളയിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് പറയുന്നില്ല. അതെന്തുകൊണ്ടാണ്? അവരോട് ചോദിക്കുകയാണ്, ഈ ആകാശങ്ങളും ഭൂമിയൊക്കെ ആരാണ് സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ അള്ളയാണെന്ന് അവർ പറയും. അപ്പൊ ഇതെല്ലാം ഉണ്ടാക്കിയത് അള്ളയാണ് എന്ന കാര്യത്തിൽ ആർക്കും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ അള്ള എന്ന വാക്ക് അവിടെ തന്നെ ഉപയോഗിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പും അള്ള എന്ന വാക്ക് അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ പേര് അബ്ദുള്ള എന്നായാലും, അതേപോലെ തന്നെ അതല്ലാതെ വേറെ 2 അബ്ദുള്ളമാരെ കൂടി ഞാൻ വായിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അപ്പ അബ്ദുള്ള കൂടാതെ വേറെയും അബ്ദുള്ളമാർ അവിടെ ഉണ്ടായിരുന്നു.
അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മനാഫ്, അങ്ങനെ അല്ലല്ല, അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മനാഫ് വേറെ. അബ്ദുള്ള എന്ന് പറയുമ്പോ അള്ളാഹിന്റെ ദാസൻ എന്ന അർത്ഥത്തിൽ പേരുണ്ടായിരുന്നല്ലോ. അതിന്റെ അർത്ഥം അള്ളാഹ് എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരുന്നു എന്നതാണ്. നബിയുടെ ഉപ്പാക്ക് അബ്ദുള്ള എന്ന് പേരിടണമെങ്കിൽ അബ്ദുൽ മുത്തലിബ്, അതെ, അബ്ദുൽ മുത്തലിബ് തന്റെ മകന് അബ്ദുള്ള എന്ന് പേരിടണമെങ്കിൽ അപ്പൊ അബ്ദുൽ മുത്തലിബിന്റെ കാലത്തെ എന്തുണ്ട്? അള്ളാഹ് എന്ന ഉപയോഗം. അപ്പൊ അതിന് മുമ്പേ ഉണ്ട് അള്ളാഹ് എന്ന പ്രയോഗം. അപ്പൊ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സമകാലീനരായിരുന്ന അബ്ദുള്ളമാരുണ്ട്, മുശ്രിക്കുകളായ. അതിൽ ഒന്ന് ഞാൻ ഓർക്കുന്നത് അബസീനിയയിൽ പോയല്ലോ, ഹിജ്റ. അബസീനിയയിലേക്ക് മുസ്ലിങ്ങൾ ഹിജ്റ പോയി. അബസീനിയയില് മുസ്ലിങ്ങൾ ഹിജ്റ പോയപ്പോൾ അവിടെ അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഖുറൈശികൾ അയക്കുന്ന ദൗത്യ സംഘത്തിൽ ഒരാളുടെ പേര് അബ്ദുള്ള എന്നാണ്. അപ്പൊ മുശ്രിക്കായ ഒരു അബ്ദുള്ള എങ്കിലും നമുക്ക് ഓർമ്മ ഉണ്ടാവും. വേറെ അബ്ദുള്ളമാരുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അവിടെ അള്ളയിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കടത്ത സമാവാറ്റുള്ള മഴ കഴിപ്പിക്കുന്ന ആരാണെന്ന് ചോദിച്ചാലും അവർ അള്ള എന്ന് പറയുന്നുണ്ട്. അപ്പൊ അള്ളയിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജഅലു ലില്ലാഹി, അള്ളാഹ്ക്ക് അവർ ശുറക്കായിനെ ആക്കി എന്ന് പറഞ്ഞത്. അള്ള എന്ന വാക്ക് അവിടെ അവർക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അബ്ദുൽ മുത്തലിബ് എന്ന് പറയുമ്പോ അല്ല, അബ്ദ് അല്ലാത്തതിനും അവര് എന്ത് ചെയ്തു? ദാസന്മാരെന്ന് ചോദിക്കും. അബ്ദുൽ കാബ ഉണ്ടായിരുന്നല്ലോ, അബ്ദുൽ ഉസ്സ ഉണ്ടായിരുന്നു, അബ്ദുൽ മനാഫ് എപ്പോഴും ഉണ്ടല്ലോ, അബ്ദുൽ മനാഫ് മനാഫ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്നും അള്ളാഹയുടെ പേരായിട്ട് എന്ത് ചെയ്യുന്നില്ല, പരിചയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ല. ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട് അബ്ദുൽ മനാഫ് ഒരുപാട് ആൾക്കാർ. അബ്ദുൽ മനാഫ് ഉപയോഗിക്കുന്നത് അബ്ദുൽ മുത്തലിബ് ഉപയോഗിക്കുന്ന പോലെ. മുത്തലിബ് എന്ന അള്ളാഹന്റെ പേരല്ലല്ലോ. അത് അബ്ദുൽ മുത്തലിബ് ഇപ്പൊ ഇല്ലല്ലോ, മനാഫ് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ. നിലവില് കുറെ ആളുകൾക്ക് പേരുണ്ട്, മനാഫ്, അബ്ദുൽ മനാഫ്. അപ്പൊ ഇതല്ല, അപ്പൊ അത് തെറ്റായ പേരല്ല. തെറ്റായ പേരാണെങ്കിൽ അങ്ങനെ ഇടുവോ? എനിക്കറിയില്ല. മനാഫ്, അബ്ദുൽ മനാഫ് എന്നൊക്കെ പേരുണ്ട് ഇപ്പോഴും. അൽ മനാഫിന്റെ മനാഫ് അടിമാണല്ലോ. എന്നാണല്ലോ, അൽ മനാഫ് എന്നല്ലേ പറയുന്നത്. അപ്പൊ അൽ ചേർന്ന് പറയുന്നതെല്ലാം എന്താണ്? യുണീക്നെസ്സിനെ സൂചിപ്പിക്കാനുള്ളതാണ്. ആ അർത്ഥത്തിലാണ് അൽ അൽ മനാഫ് എന്ന് പറഞ്ഞാൽ അൽ ആലി എന്നാണ് എന്റെ അർത്ഥം. അൽ ആലി അൽ മുർത്തഫിയ, ഉയർന്നവൻ എന്ന അർത്ഥമാണ്. ഉയർന്നവൻ, അങ്ങനെയാണ് അർത്ഥം. അതെ, ആ അർത്ഥത്തിലാണ് അബ്ദുൽ മനാഫ് എന്ന് പേര്. ചിലരങ്ങനെ പറഞ്ഞു മനാഫ് എന്ന് പേരിടാൻ പാടില്ല. അത് അറിയാത്തോണ്ടായിരിക്കും. ക്ലിയർ. അള്ളാഹിന്റെ നാമങ്ങളിൽ പെട്ടതല്ല മനാഫ്. പക്ഷേ അബ്ദുൽ മനാഫ് എന്ന് ഇടുന്നത് ആ അർത്ഥത്തിലായിരിക്കണം. അൽ മനാഫ് എന്ന അർത്ഥത്തിൽ ആയിരിക്കണം അബ്ദുൽ മനാഫ് എന്ന് പേരിടുന്നുണ്ടെങ്കിൽ. മനാഫ് എന്ന വാക്ക് അള്ളാഹിന്റെ നാമങ്ങളിൽ പെട്ടതായി ഉദ്ധരിക്കപ്പെട്ടിരുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ,
അപ്പൊ എന്ത് ചെയ്തു? പിന്നെ അള്ളാഹ്ക്ക് അവര്, അപ്പൊ അതുകൊണ്ട് അള്ളയെ ഈ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പറഞ്ഞു വരുന്ന എല്ലാം അള്ളയാണ് എന്ന് അവർക്ക് മനസ്സിലാകത്തക്ക രീതിയിലാണ് ഇതിന്റെ എല്ലാം സൂത്രധാരൻ അള്ളയാണ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം സൂത്രധാരൻ അള്ളയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്നിട്ട് പിന്നെ പറയാൻ ആ അള്ളാഹ്ക്ക് അവരെന്ത് ചെയ്തു? ശരീക്കിനെ, ഷുറക്കാവിന്റെ ഏകോചനം എന്താണ്? ശരീക്ക്. നമ്മളെ സമയം തീർന്നില്ലേ? കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആയി. ശരീക്കുകളെ അവര് ഉണ്ടാക്കി. ഒരു ശരീക്കല്ല, ഒരുപാട് ശരീക്കുകളെ. ഷുറക്കാ. പിന്നീട് എന്തിന്റെ ഷുറക്കാ ഉണ്ടാക്കിയത്? അൽ ജിന്ന, ജിന്നിനുള്ള ഷുറക്കാകള് ഉണ്ടാക്കി. വഖലഖഹും, വാവുൽ ഹാലാണ്. വഖലഖഹും. അപ്പൊ ഹും ഏതിലേക്ക് പോകുന്നതാണ്? സൃഷ്ടിച്ചു. ആരെ സൃഷ്ടിച്ചു? ഖലഖഹും. ഹും ഏതിലേക്കാണ്? അവരെ ആരെ? യുമിനൂനെയോ? ജിന്നുകളെ. ഷുറക്കാ അൽ ജിന്ന, ജിന്നിനെ ഷുറക്കാ ആക്കി. ജഅലൂലില്ലാഹി ഷുറക്കാ അൽ ജിന്ന വഖലഖഹും. അവൻ അവരെ സൃഷ്ടിച്ചിരിക്കേ. ജിന്നിനെ സൃഷ്ടിച്ചിരിക്കെ അല്ലെ? വഖറഖൂ ലഹു ബനീന. വഖറഖൂ ലഹു. ലഹു എന്ന് പറഞ്ഞ ഹു എങ്ങോട്ടാ പോകുന്നത്? ഹുമ്മിലേക്കല്ലേ? ഹുമ്മിലേക്ക് എങ്ങനെയാ ഹു പോവുക? അള്ളയിലേക്ക്. ഹും എന്നത് അൽ ജിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ജിന്ന് വർഗം കേട്ടോ, അതുകൊണ്ടാണ് അതിലേക്ക് പോകുന്നത് ഞാൻ പറഞ്ഞത്. ജിന്ന് വർഗത്തിലേക്ക് പോകുന്നു. പിന്നെ ഖറഖൂ ലഹു എന്ന് പറഞ്ഞപ്പം അവിടെ ഏകവചനമായി. അപ്പൊ തൊട്ട് മുമ്പുള്ള ഏകവചനത്തിലേക്കാണ് പോകേണ്ടത്. തൊട്ട് മുമ്പുള്ള ഏകവചനം എന്ന് പറഞ്ഞാൽ അള്ളയാണ്. അള്ളാഹ്ക്ക് അവരെന്ത് ചെയ്തു? ബനീന ആക്കി. ഖറഖയുടെ അർത്ഥം എന്താ? കെട്ടിച്ചമച്ചു, നിർമ്മിച്ചുണ്ടാക്കി. ബനീന. ബനീനയുടെ ഏകവചനം എന്താ? ഇബ്നുൻ. ഇബ്നുൻ. ഇബ്നുന്റെ ബഹുവചനം എന്താ? ഇബ്നുന്റെ ബഹുവചനം ബനീന. ബനീനയുടെ ഏകവചനം ഇബ്നുൻ. വേറെയും ബഹുവചനമുണ്ട് ഇബ്നുന്. അബ്നാഉൻ എന്നും ഉണ്ട്. ബനാത്ത് എന്നില്ല. ഇബ്നുൻ, ബനൂന, അബ്നാഉൻ. ഇത് നമ്മൾ ഇബ്നുൻ എവിടെ പഠിപ്പിച്ചപ്പോ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇബ്നു ജമ്മു അബ്നാഉൻ എന്ന് പഠിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ ബനൂനയും ഉണ്ടാവും. അതിന്റെ കൂടെ ബനൂന എഴുതിയിട്ടുണ്ടാവും. ഇബ്നിന്റെ സ്ത്രീലിംഗമാണ് ഇബ്നത്ത്. ഇബ്നത്ത് പഠിച്ചിട്ടില്ലേ ഖുറാനില്? വായിച്ചിട്ടുണ്ടോ? ഓർമ്മയില്ല. മറിയം ഇബ്നത്ത, മറിയം ഇബ്നത്ത ഇമ്രാന വായിച്ചിട്ടില്ലേ? നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ ഇബ്നത്ത്. പിന്നെ ബിന്ത് വേറെ, അതിന്റെ ബഹുവചനം ബനാത്ത്. ബിഗൈരി ഇൽമിൻ, ഒരു വിവരമില്ലാതെയാണ്. ബിഗൈരിൽ ഇൽം എന്നല്ല പറഞ്ഞത്, ബിഗൈരി ഇൽമിൻ. അപ്പൊ എന്താണ്? നെക്കിറയായി പറയുമ്പോൾ പലപ്പോഴും എന്താണ്? ഒന്നും തന്നെ ഇല്ല, അല്ലെങ്കിൽ
അത് വളരെ നിസ്സാരമായി പറയുന്നതിന് വേണ്ടിയാണ് ഇത് നക്കരയായി പറയുന്നത്. തീരെ വിവരമില്ല. തീരെ വിവരമില്ലാതെ, അതായത് ഒരു വിവരവും ഒരു അടിസ്ഥാനവും ഒരു അറിവും ഒരു നോളജും ഒരു ഇതും ഇല്ലാതെ, ഒരു പ്രമാണവും ഇല്ലാതെ. സുബ്ഹാനഹു വതആല അമ്മാ യസിഫൂൻ. സുബ്ഹാന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പരിശുദ്ധൻ. എത്ര പരിശുദ്ധനാ? സുബ്ഹാനയുടെ അർത്ഥം നമ്മൾ എന്താ പഠിച്ചത്? വല്ലതും പഠിച്ചിട്ടുണ്ടോ? പരിശുദ്ധപ്പെടുത്തി. മഹാപരിശുദ്ധൻ. മഹാപരിശുദ്ധൻ. ഈ പരിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? നോ ന്യൂനത. നോ ന്യൂനത. നെഗേറ്റ് ദ നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടോ നമ്മള്? നെഗേറ്റ് ദ നെഗറ്റീവ്. ന്യൂനതയില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് സുബ്ഹാന. പക്ഷെ സുബ്ഹാന എന്ന വാക്കിനോടൊപ്പം അതിന്റെ ഒരു ഇലാഫത്ത് ചെയ്തിട്ടാണ് വരിക. അങ്ങനെയാണ് വരിക. സുബ്ഹാന എന്ന വാക്ക് അള്ളയുമായിട്ട് ബന്ധപ്പെടുത്തി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. കാരണം അള്ളയാണ് ഒരു ന്യൂനതയും ഇല്ലാത്തവൻ. ആ അർത്ഥത്തിൽ അള്ളയുമായി ബന്ധപ്പെടുത്തിയാണ് ഉപയോഗിക്കുക. ഇവിടെ സുബ്ഹാനഹു അള്ളയിലേക്ക് ചേരുന്ന സർവനാമം ചേർത്തിട്ടാണ്, ലമീർ ചേർത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അവൻ എത്ര പരിശുദ്ധൻ എന്നാണ് നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഒരു പ്രയോഗമാണ് ഉള്ളത്. പക്ഷേ ആ പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ ഹൂറായിരിക്കുന്ന അവസ്ഥയല്ല, മറിച്ച് എന്താണ്? ഫ്രീ ഫ്രം ഓൾ ടൈപ്പ് ഓഫ് നെഗറ്റീവ്നെസ്. ഒരു ഇനത്തിൽപ്പെട്ട ന്യൂനതയും അവനില്ല. ന്യൂനതയിൽ നിന്നും എത്രയോ മുക്തനാണ് അവൻ എന്നാണ് സുബ്ഹാന എന്ന് പറഞ്ഞ അർത്ഥം. സുബ്ഹാനല്ലാഹ് പറയുമ്പോഴത്തേക്ക് ലഫ്ദുൽ ജലാലത്തിന് എന്തായിരിക്കും അടയാളം? സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ ലഫ്ദുൽ ജലാലത്ത് അല്ലാഹ് എന്ന പദത്തിന്റെ അടയാളം എന്താണ്? കസ്ർ. നേരത്തെ പറഞ്ഞു ഇലാഫത്ത് ചെയ്തിട്ടേ വരുള്ളൂ. ഇലാഫത്ത് ചെയ്തിട്ടേ വരുള്ളൂ. സുബ്ഹാനല്ലാഹി. അല്ലാഹ് എത്രയോ ന്യൂനതയിൽ നിന്നും എത്രയോ മുക്തനാണ് എന്നാണ്. വതആല അവിടെയാണ് ഉലൂവ് പറയുന്നത്. ഉലൂവ്, അവൻ ഉന്നതനുമാണ്. അമ്മാ യസിഫൂൻ, അവര് അതിന്റെ മാവ് എന്താണ്? വസ്ഫുൻ എന്നും പറയാം. അതിന്റെ ക്രിയാധാതു സിഫത്തിനെന്നും പറയാം. സിഫത്തിനെന്നും പറയാം, വസ്ഫിനെന്നും പറയാം. ബദിഉസ് സമാവാതി വൽ അർദ്. പിന്നെ വീണ്ടും റുബൂബിയ്യത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ നമ്മൾ പറയുമ്പോഴാണ് ആരാധന എന്ന് പറയുന്നത്, ആരാധ്യനായിരിക്കുന്ന അവസ്ഥയാണ്. പക്ഷെ ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ വെറും നമ്മൾ ആരാധ്യൻ എന്ന് കാണുന്നത് ചർച്ചിലും അമ്പലങ്ങളിലും കാണുന്ന ഉലൂഹിയത്ത് മാത്രമല്ല. ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ അൽ ബഖറ, ആൽ ഇംറാൻ, നിസാ, മാഇദ വായിച്ചാൽ മനസ്സിലാവും. ഇതുവരെ നമ്മൾ പഠിച്ച സൂറത്തുകളൊക്കെ ഇല്ലേ, ആ സൂറത്തുകളൊക്കെ വായിക്കുമ്പോൾ ഏതെല്ലാം കാര്യങ്ങൾ ഇലാഹിലേക്ക് മടക്കപ്പെടുന്നുവോ ആ കാര്യങ്ങളെല്ലാം അടങ്ങുന്നതാണ് ഇസ്ലാം മനസ്സിലാക്കുന്ന ഉലൂഹിയ്യത്ത്. അത് സൂറത്തുൽ ഫലഖിലും സൂറത്തുൽ നാസിലൊക്കെ കാണും. സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും വായിച്ചാൽ എളുപ്പത്തിൽ മനസ്സിലാവും. അതിലിങ്ങനെ വായിച്ചിട്ട് ഇലാഹിലേക്ക് എന്തെല്ലാം കാര്യങ്ങൾ മടക്കപ്പെടുന്നു എന്ന് നോക്കുക. ഇലാഹിലേക്ക് മടക്കപ്പെടുന്ന കാര്യങ്ങളെല്ലാം ഇലാഹിലേക്ക് മാത്രം മടക്കപ്പെടേണ്ട കാര്യങ്ങൾ
ബക്കറ, ആല ഇമ്രാൻ, നിസാ, മായിദ വായിക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും. ബാക്കി പിന്നെ നാമിലും മനസ്സിലാവും. അപ്പൊ അതെല്ലാം ഇലാഹിലേക്ക് മടക്കാം. അപ്പോഴേ തൗഹീദുൽ ഉലൂഹിയ്യത്ത് ഉണ്ടാവും. പിന്നെ ആ തൗഹീദുൽ ഉലൂഹിയ്യത്തിന്റെ വിശേഷണമാണ്, വിശദീകരണങ്ങളാണ് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, നാമങ്ങളിലും വിശേഷണങ്ങളിലുമുള്ള ഏകത്വം. അപ്പൊ വീണ്ടും റുബൂബിയത്തി സുബ്ഹാനഹു കഴിഞ്ഞിട്ട് ബദിഉസ് സമാവാതി വൽ അർദ്, സമാവാത്ത് നേരത്തെ പറഞ്ഞതെല്ലാം സമാവാത്തിൽ നിൽക്കുകയാണ്. ബിജൂമും ശംസും ഖമറും എല്ലാം സമാവാത്തിൽ നിൽക്കുകയാണ്. ആ സമാവാത്തിന്റെ ബദീ ആണ് അവൻ എന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞതിനെല്ലാം, ആ പറഞ്ഞ വൃക്ഷങ്ങളും നദാദികളും നവാത്തും എല്ലാം ഉള്ളത് ഈ സമാവാത്തിലാണ്. ആ സമാവാത്തിന്റെ മുഴുവൻ രൂപകൽപ്പന, ഡിസൈനിങ് ചെയ്തിരിക്കുന്നത് അവനാണ്. അന്നയക്കു ലഹു വലത്, വീണ്ടും ഉലൂഹിയത്തിലേക്ക് പോവാണ്. അന്നയക്കു ലഹു വലത്, അവൻ എങ്ങനെയാണ് മക്കൾ ഉണ്ടാവുക? അലം തക്കുൻ ലഹു സാഹിബത്തിൻ, അവന് സാഹിബത്തില്ലല്ലോ. ഇവിടെ എന്താ സാഹിബത്ത്? ആ സഖി. സഖിയില്ല. ഖലഖ കുല്ല ഷൈഇൻ, അവനാണ് എല്ലാത്തിന്റെയും ഖാലിഖ്. വഹുവ ബികുല്ലി ഷൈഇൻ അലീം, എല്ലാറ്റിനെ കുറിച്ചും അവൻ വിവരമുള്ളവനും ആണ്. ഓക്കെ, എന്ത് ചെയ്യണം? നന്ദി ചുരുങ്ങിയത് അൽമാ, ഇതിന് തൊട്ട് മുമ്പുള്ള സൂറത്തെങ്കിലും നമ്മൾ വായിച്ചു നോക്കുക. എന്നിട്ട് അതെല്ലാം, അതിൽ ഏതെല്ലാം പോയിന്റ് അള്ളയിലേക്ക് മടക്കപ്പെടുന്നതായിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിച്ചു വായിക്കും. ശ്രദ്ധിച്ചു വായിച്ചാൽ തൗഹീദുൽ ഉലൂഹിയത്ത് കിട്ടും. നിങ്ങൾക്ക് പുതിയ ബോധോദയം എന്തെങ്കിലും കിട്ടിയെങ്കിൽ കൊണ്ടുവരും, ഗ്രൂപ്പിലിടുക. ഓക്കെ, അള്ളാഹ് സഹായിക്കട്ടെ. ഖുർആനെ, ഇസ്ലാമിനെ, ദീനിനെ യഥോചിതം മനസ്സിലാക്കാനും ചിന്തിക്കാനും പാഠം ഉൾക്കൊള്ളാനും ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ലോകത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഖുർആൻ പഠിക്കുമ്പോൾ കുറെ ലോകത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. ഖുർആൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കും. ഖുർആന്റെ പുറമേയുള്ള ബാഹ്യമുള്ള വായനയല്ല, ഇറങ്ങിച്ചെല്ലുമ്പോൾ ലോകത്ത് പിടികിട്ടും. ആ ലോകത്ത് പിടികിട്ടിയാൽ പിന്നെ ബാക്കി ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളിലേക്കും പോകാൻ പറ്റും. പലരും ഖുർആൻ മാത്രം പഠിച്ചിട്ട് ലോകത്ത് നന്നായിട്ട് മനസ്സിലാക്കിയ ആൾക്കാരാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് തഫ്സീറും ബാക്കി ഗ്രന്ഥങ്ങളൊക്കെ സുഖമായിട്ട് വായിക്കാൻ പറ്റും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മൂന്നാമത് പറഞ്ഞത് ഉലൂഹിയത്തല്ല, മൂന്നാമത് പറഞ്ഞത് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. അൽ അസ്മാഇ വസ്സിഫാത്ത്, സിഫത്ത് എന്ന് പറഞ്ഞില്ലേ ഇവിടെ, സിഫത്ത് യസിഫുനുള്ള സ്വാദ്, ആ സിഫത്ത് അസ്സിഫാത്ത്, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ഇത് വായിച്ചാൽ മതി. ഏതാണ്? കിതാബ് തൗഹീദ്. കിതാബ് തൗഹീദ് വായിച്ചാൽ മതി. അതിന്റെ കിതാബ് തൗഹീദിന്റെ സംഗ്രഹം വേറെ ഒരു സംഭവം അദ്ദേഹം എഴുതിയിട്ടുണ്ട്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് തന്നെ. അൽ ഉസൂലു സലാസ എന്ന് പറയും. അൽ ഉസൂലു സലാസ, 3 അടിസ്ഥാന കാര്യങ്ങൾ അതിലുമുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലാ ലിഖാഇ ബിഇذنില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദെ, വേറൊരു കാര്യം ചോദിക്കാനുണ്ട് ഉസ്താദെ. പറഞ്ഞോ. അതായത് നമ്മൾ വെള്ളിയാഴ്ചത്തെ ഒരു നമ്മളെ ഗ്രാമറിന്റെ ക്ലാസ് 2ാമത് തുടങ്ങുന്നുണ്ടല്ലോ, രാത്രി സമയം വെച്ചിട്ട്. ആ രാത്രി ടൈം വെച്ചിട്ട് ആ ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്നത് ഉസ്താദ് തന്നെയാണോ, അല്ലെങ്കിൽ വേറെ ടീച്ചർമാരാണോ? എന്ത് പറ്റി? വേറെ ടീച്ചർ ആണെങ്കിലും ഞാനാണെങ്കിലും നിങ്ങൾക്ക് ഗ്രാമം പഠിച്ചാൽ പോലെ.
അല്ല അതിലൊരു പഠിക്കുന്നതിൽ നമുക്കൊരു ഒരു ഒരു ഇത് കിട്ടുന്നില്ല വെച്ചാല്. നിങ്ങൾ എന്തുകൊണ്ട് അത് ചേരില്ല? ഞാനതിൽ കുറെ ചേർന്നതാണ് ടീച്ചർ, അവസാനം പരീക്ഷ എഴുതാതെ നിർത്തിയില്ലേ. ഗ്രാമറിൽ എന്തുകൊണ്ട് ചേർന്നില്ല? ഗ്രാമറിൽ ഞാൻ ചേർന്നിരുന്നല്ലോ ഉസ്താദെ. ചേർന്ന് ഞാൻ 80% മുമ്പോട്ട് പോയിട്ട് ഉസ്താദ് പറഞ്ഞെടുത്ത് എത്തിപ്പോയി. ചെറിയൊരു ഗ്യാപ്പ് വന്നാൽ പിന്നെ അങ്ങോട്ടുള്ളത് മനസ്സിലാവൂല. അങ്ങോട്ടുള്ളത് മനസ്സിലായില്ല, പരീക്ഷ എഴുതിയില്ല. അല്ല, ഈ അപ്പൊ അതിന് പുതിയതായിട്ട് ശേഷം തുടങ്ങിയതിൽ എന്താണ് ചേരാത്തെന്നാ ചോദിച്ചത്. ചേരാത്തത് ആരാണ് എടുക്കുന്നതെന്ന് അറിയാത്തോണ്ടാ. ഉസ്താദ് പേര് അറിയാം ഞാൻ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ചേരാൻ താല്പര്യമില്ല. ഞാനാണ് എടുക്കുന്നത്. ഇൻഷാ അല്ലാ ഞാൻ ചേരാം. അല്ലാത്തതിലൊക്കെ പേര് പറഞ്ഞിട്ടുണ്ട്, ഏത് ടീച്ചറാണ് എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഞാനും മുമ്പ് ടീച്ചർ വന്നപ്പോഴത്തേക്ക് പറഞ്ഞുള്ള സ്ത്രീകളിലാണ് എടുക്കുന്നതെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായി അല്ലേ? അത് മെസ്സേജ് ഉണ്ടായിരുന്നു അറബിക്കിന്റെ ക്ലാസ് വന്നപ്പോൾ. അതെ. അപ്പോ ഞാൻ അതിലിങ്ങനെ സംശയത്തിൽ ഇങ്ങനെ നിൽക്കണം. അപ്പൊ അത് ഉസ്താദാണെങ്കിൽ എനിക്ക് അതിൽ ചേരണമെന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ അതിന്റെ പ്രധാന ഘടകം കഴിഞ്ഞുപോയി. ഇല്ല തുടങ്ങാൻ പോകുന്നല്ലോ. കഴിഞ്ഞ ആഴ്ച ഇട്ടിട്ടുള്ളൂ. കഴിഞ്ഞ് 2 ക്ലാസ് കഴിഞ്ഞില്ലേ? 2 ക്ലാസ് കഴിഞ്ഞു പോയില്ലേ? രണ്ടാണോ ഒന്നാണോ കഴിഞ്ഞ്? എനിക്കറിയില്ല. 2 ക്ലാസ് കഴിഞ്ഞു. മൂന്നാമത്തെ പ്രാവശ്യമാണ് തിരിച്ചായിരുന്നു. ഈ വേള ഇന്ന് രാത്രി വരുന്ന ഏതാ? 3ാമത്തെ ക്ലാസ്സാ? അതെ, 3ാമത്തെ ആയിരിക്കും. ഞാൻ സമയം ആകുന്നതിന് കുറച്ച് മുമ്പ് മാത്രമേ ഈ ക്ലാസ് ഏതാണെന്ന് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇന്നിപ്പോ രാവിലെ സുബഹി കഴിഞ്ഞിട്ടാണ് ഇതിനെക്കുറിച്ച് ചിന്തിച്ചത്. ഇന്ന് ക്ലാസ് ഉണ്ടല്ലോ. ഞാൻ അതിന്റെ മുമ്പുള്ള ഗ്രാമറിൽ ചേർന്നതാണ്. അപ്പൊ ഉസ്താദ് എടുത്തെടുത്ത് വന്ന അവസാന ഉസ്താദ് കൊണ്ടുപോയിട്ട് ടീച്ചറുടെ മേലെ വെച്ച്. അപ്പൊ ടീച്ചർ ഞാൻ വെച്ചില്ല. കണ്ടിന്യൂ ചെയ്ത് ടീച്ചറെ കണ്ടിന്യൂ ചെയ്ത് എനിക്ക് അവസാനം നിങ്ങള് അതിൽപ്പെട്ട ദുറൂസിൻ ലോകത്തിൽ അറബിയുടെ കാര്യമായിരിക്കും പറയുന്നത്. അതെ. ദുറൂസിൻ ലോകത്തിൽ അറബിയ അവസാനം കൊണ്ടുപോയി വെച്ചല്ലോ. അത് ഞാൻ എടുത്തതിന്റെ റിവിഷൻ കൊടുക്കാനേ പറഞ്ഞുള്ളൂ ടീച്ചറിന്റെ അടുത്ത്. എന്നിട്ട് ഞാൻ എടുക്കുന്നല്ലോ അവിടെ വരെ തീർത്തല്ലോ. ഇപ്പൊ മൂന്നാം പാഠത്തിന്റെ അവസാനം വരെ റിവിഷൻ എടുത്ത് തീർത്തല്ലോ. പാർട്ട് 3 ദുറൂസിൻ ലോകത്തിൽ അറബിയ പാർട്ട് 3 ഫുള്ള് റിവിഷൻ എടുത്തല്ലോ. ഏതായാലും എനിക്ക് നഷ്ടപ്പെട്ടു. നിങ്ങൾ എവിടെന്നോ സ്കിപ്പായി പോയി. പിന്നെ പ്രത്യേകിച്ച് ദുറൂസിൻ ലോകത്തിൽ അറബിയ ഇടയ്ക്ക് നിർത്തിയാ പിന്നെ കണ്ടിന്യൂ പാടാം. അതെ. B7 ഉസ്താദല്ലല്ലോ എടുക്കുന്നത്. B7 ഞാൻ തുടങ്ങിയതേ വേറെ ആളാണല്ലോ. അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ B7-ല്? ഇല്ല, ആദ്യം നല്ല സ്പീഡായിരുന്നു മിസ്സിന്, പിന്നെ ഇപ്പൊ സ്ലോ ആയി നല്ല രീതിയിലാണ് പോകുന്നത്. എന്തെങ്കിലും കഠിനങ്ങളുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, ഒരു പ്രശ്നമില്ല. വിവരം അറിയില്ല. യോഗ്യയാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഒരുപാട് എന്ത് ചെയ്ത്, പ്രത്യേകിച്ച് അതായത് ആളെ അപ്പോയിന്റ്മെന്റ് ചെയ്ത് അയാളെ ഫോളോ അപ്പ് ചെയ്ത് ചെയ്യാൻ പാടില്ല. നമ്മൾ അയാളുടെ ഈ മുഖ്യമന്ത്രി പറയുന്ന പോലെ പോലീസുമാരുടെ ആവേശം കെടുത്താന്ന് പറഞ്ഞ പോലെ നമ്മൾ അവന്റെ പിന്നാലെ കൂടി ആവേശം കെടുത്താൻ പാടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വല്ലാതെ റിമോട്ട് കൺട്രോൾ ചെയ്യാതിരുന്നത്. യോഗ്യയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. പഠിച്ചിട്ടുണ്ട്, അവിടെ ക്വാളിഫിക്കേഷൻ ഉണ്ട്. മാത്രമല്ല ഈ റിവിഷൻ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഒരു പ്രയാസമില്ലാതെ റിവിഷൻ കൊടുത്തല്ലോ. 1 മുതൽ 3 വരെയുള്ള ഭാഗങ്ങളുടെ റിവിഷൻ കൊടുത്തു. 1 മുതൽ 3 വരെയുള്ള ഭാഗങ്ങൾ റിവിഷൻ കൊടുക്കുന്നതും മാത്രമല്ല ഇടയ്ക്ക് സംശയം എന്നോട് ചോദിക്കും, ഇതെങ്ങനെ പറയണം. അപ്പൊ നമുക്ക് മനസ്സിലാവും. സംശയം ചോദിക്കുന്ന ആളാണെങ്കിൽ പഠിച്ചിട്ടുള്ള ആൾക്ക് മാത്രമേ സംശയം വരുള്ളൂ. പഠിക്കാത്ത ആൾക്ക് ഒരു സംശയം ഉണ്ടാവില്ല. സംശയം ചോദിക്കുന്ന മനസ്സിലാവും. അത് ആൾ ക്വാളിഫൈഡ് ആകുമെന്ന് മനസ്സിലാവും. പിന്നെ എനിക്ക് എന്റെ അടുത്ത് പറയേണ്ടത് സ്റ്റുഡൻസ് ആണ്, പഠിക്കുന്നവരാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലെന്നോ അല്ലെങ്കിൽ തെറ്റിച്ച് പറയുന്നുണ്ടോ, അതായത് എല്ലാം പുതിയ ആൾക്കാരല്ലല്ലോ, അവിടെ നേരത്തെ പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും ഉണ്ടാവുക. അപ്പൊ അത് സംഗതി സ്ഖലിതങ്ങളുണ്ട് എന്നത് റിപ്പോർട്ട് കിട്ടിയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ കുറിച്ച് പഠിക്കും. അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ സ്പീഡ് കൂടിപ്പോയി എന്നുള്ളത് ഞാൻ നേരത്തെ നോട്ട് ചെയ്തു. പക്ഷെ വോയിസ് ക്ലിപ്പിൽ ഇത്രയും സ്പീഡ് പറയാൻ കഴിയണമെങ്കിൽ ആള് ക്വാളിഫൈഡ് ആയിരിക്കണം. വോയിസ് അല്ലെങ്കിൽ ഇത്രയും സ്പീഡിൽ വോയിസ് ക്ലിപ്പ് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞ ഉടനെ തന്നെ ആള് സ്പീഡ് മൊത്തത്തിൽ സംഭാഷണത്തിൽ തന്നെ സ്പീഡ് കൂടില്ല. പെട്ടെന്ന് കാര്യം ഇപ്പൊ ഫോൺ ചെയ്താൽ തന്നെ പെട്ടെന്ന് കാര്യം പറയും, ഓക്കെ ശരി അസ്സലാമു അലൈക്കും. പിന്നെന്താണ് വേറെ എന്തെങ്കിലും പറയണം, അങ്ങനെ സംഭവമൊന്നുമില്ല. പ്രീ പ്ലാനിനോട് കൂടിയാണ് ഫോൺ ചെയ്യുന്നത്. അതുകൊണ്ട് ഓക്കെ ശരി എന്നാ ശരി അസ്സലാമു
അപ്പൊ അതുകൊണ്ട് ക്വാളിഫൈഡ് ആണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അപ്പൊ ഗ്രാമറിൽ ചേരാത്ത വേഗം ചേർന്നു കേട്ടോ. മാത്രമല്ല അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് അടുത്ത ബക്രയുടെ ബാച്ച് വരുന്നത്. ആ ഗ്രാമറിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് അടുത്ത ബക്രയുടെ കണ്ടിന്യൂ വരുന്നത്. കാരണം ഇപ്പോൾ ബക്ര തുടങ്ങിയപ്പോഴേ ആൾക്കാർ പറഞ്ഞു ബക്ര നമ്മൾ പഠിക്കണമെങ്കിൽ മറ്റേ ഗ്രാമറോടെ പഠിക്കണമെന്ന്. അപ്പൊ ബക്രയെ കുറച്ച് ലാഗായി. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ചെയ്യുന്നത് ഗ്രാമറിന് വേണ്ടി ആൾക്കാരെ കളക്ട് ചെയ്തിട്ട് അവരെ ആണ് പിന്നീട് അൽ ബക്രയിലേക്ക് തിരിച്ചു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.